നമസ്കാരം. ദേശീയ തലത്തിലേറെ വിവാദമായി മാറിയ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും ക്രമക്കേടുകളെയും ചൊല്ലിയുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളും കൂടുതൽ രൂക്ഷമായ തലങ്ങളിലേക്ക് കടക്കുകയാണ്. പരീക്ഷാ വീഴ്ചകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അടിയന്തരമായി രാജിവെക്കണമെന്ന ആവശ്യമുയർത്തി CJPയും അനുബന്ധ സംഘടനകളും നടത്തുന്ന അതിശക്തമായ പ്രതിഷേധങ്ങൾക്കിടയിൽ മന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെയും സൈബർ ഇടങ്ങളിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ മകൾ നൈമിഷ പ്രധാന് നേരെ പ്രതിഷേധക്കാർ വൻതോതിൽ സൈബർ ആക്രമണം അഴിച്ചുവിട്ടതിനെ തുടർന്ന് അവരുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ പ്രവർത്തനരഹിതമായി. ജന്തർ മന്ദറിലും പാർലമെന്റിലേക്കും CJP നടത്തിയ മാർച്ചുകൾക്ക് തൊട്ടു പിന്നാലെയാണ് നൈമിഷയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ലക്ഷ്യമിട്ട് വൻതോതിൽ ടാഗിങ്ങും വിമർശന കമന്റുകളും ഉയർന്നത്. ഒടുവിൽ സഹികെട്ട് അക്കൗണ്ട് പൂട്ടി രക്ഷപ്പെടേണ്ട അവസ്ഥയിലാണ് മന്ത്രിയുടെ മകൾ എത്തിച്ചേർന്നത്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും പരീക്ഷാ ഏജൻസികളെയും വിശ്വസിക്കാൻ കൊള്ളാത്തതിനാലാണ് കേന്ദ്രമന്ത്രി സ്വന്തം മകളെ വിദേശത്തേക്ക് പഠിക്കാൻ അയച്ചതെന്ന രൂക്ഷമായ പരിഹാസങ്ങളോടെയാണ് പ്രതിഷേധക്കാർ നൈമിഷയെ ടാഗ് ചെയ്ത് പോസ്റ്റുകളിട്ടത്. ടഫ്രസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് നൈമിഷ LM ബിരുദം പൂർത്തിയാക്കിയത്. നിലവിൽ US ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഫോറത്തിൽ സീനിയർ അസോസിയേറ്റായി ജോലി ചെയ്തു വരികയായിരുന്നു ഇവർ. എന്നാൽ ഇതിലൂടെയും പ്രതിഷേധം അവസാനിച്ചില്ല. നൈമിഷ പഠിച്ച ടഫ്സ് യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകളിലെ കമന്റ് ബോക്സുകളിലും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികളും യുവജനങ്ങളും കൂട്ടത്തോടെ പോസ്റ്റുകൾ രേഖപ്പെടുത്താൻ തുടങ്ങിയത് വൻ വാർത്തയായി മാറിക്കഴിഞ്ഞു. അതേസമയം രാജ്യത്തെ ഞെട്ടിച്ച പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെയും വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടിക്കെതിരെയും സുപ്രീം കോടതിയെ സമീപിച്ച ഹർജിക്കാർക്ക് കനത്ത തിരിച്ചടി നേരിട്ടൊരു വാർത്തയും വരുന്നുണ്ട്. പ്രക്ഷോഭം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് കാണിച്ച അതിക്രമങ്ങളിൽ അടിയന്തരമായി വാദം കേൾക്കണമെന്ന ആവശ്യം ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. തങ്ങളുടെ വിലപ്പെട്ട സമയം പാഴാക്കരുതെന്നും കോടതിക്ക് ഇത്തരം വീഡിയോകൾ കണ്ടിരിക്കാൻ സമയമില്ലെന്നും പറഞ്ഞ് ഹർജിക്കാരനായ അഭിഭാഷകന്റെ വാദങ്ങൾ പൂർത്തിയാക്കാൻ പോലും അനുവദിക്കാതെ ചീഫ് ജസ്റ്റിസ് കർശന നിലപാടാണ് സ്വീകരിച്ചത്. പരീക്ഷ നടത്തിപ്പിലെ സുതാര്യതയും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരിഷ്കരണവും ചൂണ്ടിക്കാണിക്കാൻ അഭിഭാഷകൻ ശ്രമിച്ചെങ്കിലും കോടതി കേൾക്കാൻ തയ്യാറായില്ല. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് പാർട്ടി തിങ്കളാഴ്ച സംഘടിപ്പിച്ച സംസദ് ചലോ പാർലമെന്റ് മാർച്ച് കടുത്ത സംഘർഷത്തിലും പോലീസ് അതിക്രമത്തിലുമാണ് കലാശിച്ചത്. ഇതിനെതിരെ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയാണ് പരമോന്നത കോടതി പരിഗണിക്കാൻ വിസമ്മതിച്ചത്. ഓൺലൈൻ ആക്ടിവിസത്തിന്റെ മറവിൽ രാജ്യത്തെ സിസ്റ്റത്തെയും സംവിധാനങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ മുൻപ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പാറ്റകളോട് ഉപമിച്ചിരുന്നു. ഇതിൽ നിന്നാണ് കോക്രോച്ച് പാർട്ടി എന്ന പേര് രൂപം കൊണ്ടതെന്നും ശ്രദ്ധേയമായ കാര്യമാണ്. സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടെങ്കിലും പാർലമെന്റ് മാർച്ചിനിടെ നടന്ന ആക്രമണങ്ങളെക്കുറിച്ചും പോലീസ് നടപടിയെക്കുറിച്ചും സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ ഡൽഹി ഹൈക്കോടതി തയ്യാറായിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ അധ്യക്ഷനായ ബെഞ്ചാണ് വിഷയത്തിൽ അടിയന്തരമായി ഇടപെടാൻ തീരുമാനിച്ചത്.